പിന്നെ അവള് ആരാന്നുള്ള വിചാരം? ജിയാസിന്റെ ജ്യൂസ് അടിച്ചു വിരിഞ്ഞ? ഞങ്ങൾ അങ്ങനെ അടിച്ചു വീഴും നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അടിച്ചു വിരിഞ്ഞില്ലേ? ഇല്ല, പിരിഞ്ഞില്ല. എന്തു പറ്റി? പേടിച്ചു പോയോ? ഞങ്ങൾ നിന്നെ പറ്റിച്ചതാ. ഞാൻ ശരിക്കും വിചാരിച്ചു നിങ്ങൾ അടിച്ചു വിരിഞ്ഞെന്ന്. ഇവിടെ എന്തിനല്ല സംസാരിച്ചോണ്ടിരിക്കണ? നിനക്ക് ഫുഡല്ല വേണ്ടേ? റെഡി ഞാൻ എടുത്തോണ്ട് പോകും. രാവിലെ റെഡിയായ? എടാ ബാലിച്ച വരുമ്പോ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞേക്കണം. അതിന് നിങ്ങളവിടെ പോണം? ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരെ ബോധിപ്പിക്കണം എന്നുണ്ടോ? എടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങ്. കിടന്നു ഉറങ്ങാനാ? ഉറങ്ങണ്ട, പോയിരുന്നു പഠിക്ക്. സിദ്ധുവിന്റെ അമ്മ എടുന്ന് വിളിക്കുന്നു. എടുക്കടി, എടുക്ക്. പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എന്നിട്ട് പറയാം ഞാൻ അടുക്കളയിൽ തിരക്കായിരുന്നു, അമ്മയില്ലാത്തത് കൊണ്ടേ അടുക്കളയിലെ പണി മൊത്തം എന്റെ തലയിലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ തള്ളാലോ. എന്തിന്? എടി അവർക്കല്ലേ പിന്നെ അടുക്കള കയറ്റ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയും ഗതികേട്ടുണ്ടാണ് കേട്ടണത്. ഓളാണെന്ന് അത് മാത്രമല്ല, അച്ഛന്റെ അടുത്ത് അന്ന് കല്യാണത്തിന് അവര് ചെയ്ത് ഭയങ്കര മോശം. അത് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് വലിയ ഗുണമുള്ള കാര്യമൊന്നുമല്ല. അല്ലേ പോണ്ടേ, ലേറ്റായി. പോണം. എവിടെ പോണെന്ന് പറയൂ. ആ കടയിൽ കുറച്ച് സാധനം പിടിക്കാൻ പോണ അവര് പറഞ്ഞു. ഈ ആഴ്ച വല്ല നല്ല പടം റിലീസ് ആയിട്ടുണ്ടോ? ഈ ആഴ്ച ഇറങ്ങിയ പടം എല്ലാം നല്ലതല്ലേ? എല്ലാം ഞാൻ കണ്ടെന്നാ റിവ്യൂല് പറയുന്നുണ്ട് സൂപ്പർ. അല്ല ഞാൻ അവിടെ പോയി കാണാൻ. എടാ നീയേ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന കാര്യമൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം കേട്ടാ. എനിക്കറിഞ്ഞൂടല്ലോ. തന്നാണ്ടല്ല, നീ ശരിക്കും അറിയും. റിവ്യൂ വീഡിയോയിലേ മുഖം പൊത്തി പോകുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഫുഡ് റെഡി ആയി. ഫുഡ് എവിടെ? ഫുഡ് ഉരുണ്ട് കളിക്കരുത് കേട്ടാ. ലേറ്റായി. എടാ ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടല്ലേ പോയിട്ട് വരട്ടെ. ഡേയ് നിന്റെ തുമ്പി അവിടെ ഫുഡൊക്കെ കഴിച്ചത്? ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ആദ്യം വന്നപ്പോ പാല ഓടിച്ചത്, അത് കഴിഞ്ഞപ്പോ ക്യാറ്റ് ഫുഡായി. ഇപ്പൊ എപ്പോഴും ദോശയും സാമ്പാറും കഴിക്കുന്നത്. അത് പൂച്ചയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലടി. ഈ വീട്ടിലോട്ട് ആര് വന്ന് കയറിയാലും ഈ ദോശ സാമ്പാറുമായിട്ട് അറ്റാച്ച് ആയി പോകും. ഇപ്പൊ 3 നേരവും ദോശ. സ്വാഭാവികം. അതാകുമ്പോ ക്യാറ്റ് ഫുഡ് മേടിച്ച് പൈസ കളയണ്ടല്ലോ. ചേട്ടാ എന്നെ ഒന്ന് ഇറക്കിയ, ഞാന് തുമ്പിയെ പോയൊന്ന് നോക്കട്ടെ. ശരി, പോയി നോക്കട്ടോ. ചെല്ലേ എല്ലാം ഉണ്ടാക്കി വെച്ചു. ഓക്കെ. വേറെ നടന്നിരിക്കണ പാറൊന്ന് മാത്രമേ വിളിക്കൂടാ, വേറെ ആരുടെ പേരും വിളിക്കൂലേ? വിളിക്കാം. എന്നാ എന്റെ അച്ഛന്റെ പേരെന്ന് വിളിച്ചേ, ബാലു. എന്നാ കേശു നിന്ന് വിളിച്ചേ. എന്നാ അടുത്ത ലച്ചു നിന്ന് വിളിച്ചേ. എന്നാ അത് പോട്ടെ, ശിവാനി നിന്ന് വിളിച്ചേ. എന്തിനാണ് പൂച്ചയായിട്ട് സംസാരിക്കണ? പേര് വിളിച്ചോണ്ടിരിക്കുകയാണ് ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞാലും പൂച്ച പേര് വിളിക്കൂ? എന്നാ തുമ്പിയേ കേശു നിന്ന് വിളിച്ചേ. പൊളിച്ച്. നീ ഇതൊക്കെ പഠിപ്പിച്ചാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഞാൻ. ആദ്യം പറഞ്ഞപ്പോ വിശ്വാസമില്ലായിരുന്നല്ലേ, ഇപ്പൊ വിശ്വാസമായ? പിന്നെ വിശ്വാസമായല്ലോ. വിശ്വാസമായി. ചേട്ടനോട് ഇരിക്കും, ഞാൻ തുമ്പി കുറച്ച് വെള്ളം എടുത്തോണ്ടരാം. അതാണ് സംഭവം. ഞാൻ വിചാരിച്ചു ഒരു ലോജിക് ഇല്ലല്ലാന്ന്. ഈ പൂച്ച കരയണതാണ് അവർക്ക് സംസാരിക്കാനായിട്ട് തോന്നണത്. കൊള്ളാല്ലേ? ഡേ തുമ്പി, ഡേ ഇവിടെ നീ ബാലു നിന്ന് വിളിച്ചേ. സെറ്റ്, കറക്റ്റ്. അങ്ങനെ തന്നെ. അയ്യോ, അച്ഛൻ പോയപ്പോ ഫോൺ എടുത്തില്ല അച്ഛാ? ഇല്ലടാ, ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചു, കൊണ്ടുപോയില്ല. അതുകൊണ്ടേ പണികളൊക്കെ കൃത്യമായിട്ട് നടന്നു. എടാ എന്നെ ആരെയും വിളിച്ചാടേ? ഞാൻ കേട്ടില്ല, ഞാൻ പഠിക്കുമായിരുന്നു. എന്തോ? അല്ല, പഠിച്ചു കഴിഞ്ഞ അച്ഛാ. അത് കഴിഞ്ഞ് ഫോണിലൊരു പടം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നീ ഫോൺ എടുത്തോണ്ടോ? ഫോൺ എടുത്തോണ്ടോടെ? എടുത്തോണ്ടിരുന്നില്ല. ആഹാ, ഇതിന് തറയിൽ ഇറക്കാറായില്ലേ? തറയിൽ ഇറക്കിയാലും പുറത്ത് കയറി വെച്ചാ. പുറത്ത് കയറലൊക്കെ കൊള്ളാം. അതാണ്ട് ഭക്ഷണം കഴിക്കുന്ന മുമ്പേ നന്നായിട്ട് കൈ കഴുകണം. കൈയൊക്കെ കഴിയുന്നുണ്ട്. ഇത് സ്വിച്ച് ഓഫ് ആയിരുന്നില്ലേ? എൻ്റെ അമ്മ ഒരുപാട് മെസ്സേജ് അലട്ടുണ്ടല്ലേ. നീര് 10 കോള്. അപ്പൊ അതാണ്. അത് കേട്ട് അമ്മ എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ ഫോൺ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. ആണ്.
ആ പറഞ്ഞു തീർന്നില്ല അതാ വിളിക്കുന്നത്. ഹലോ നീ എപ്പോ പറഞ്ഞേ? ആ അതൊക്കെ അവിടെ കിട്ടുന്ന എടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പാടി. ആ ആ നീ എപ്പോഴാ നല്ലവനാ ആദ്യം പറഞ്ഞേക്കാം. അതാ ഞാൻ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നു കേട്ടാ. ഹലോ ഞാൻ തന്നു ഓണാക്കിയല്ല. ആ കലിപ്പാണോ? കലിപ്പ് കുട്ടമ്പയുടെ അടുത്ത് കാണിച്ചാൽ എൻ്റെ അടുത്ത് കാണിക്കണ്ട കലിപ്പ്. പോട്ട് വിട്. ആ ഇന്ന് മൊത്തം അത് ഓഫായിരിക്കും. അവിടെ കിടന്ന് വിളിക്കിട്ട് അച്ഛാ പടം കണ്ടോ? എന്തിനാ പ്രശ്നം? പടം അവിടുന്ന് എടാ എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞേ. എന്ത് അപ്പാച്ചോടെ പോണു? എടാ ഞാൻ അവിടുത്തെ പോണില്ലടേ, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാൻ പോണ്. ഉറങ്ങാൻ പോണു? അതെ സ്കൂളിൻ്റെ കൂട്ടത്തിലെ സിദ്ധുവിൻ്റെ അച്ഛൻ ജനാർദ്ദനെ വിളിച്ചിട്ടുണ്ട്. ആണോ? ആ മിക്കവാറും അന്ന് അച്ഛനെ എന്റെ കല്യാണത്തിന് കൊണ്ടുപോയിട്ട് അപമാനിച്ച് വിട്ടില്ലേ, അതിന്റെ സോറി പറയാൻ വിളിച്ചായിരിക്കും. ആ ഇനിയിപ്പോൾ പിന്നെയൊക്കെ തിരിച്ച് വിളിക്കാടേ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണം. ആ ലച്ചുനടുത്ത് പറഞ്ഞേക്കണേ വിളിക്കലെന്ന് ഉറങ്ങുമ്പോൾ പറഞ്ഞു. അവളോടെ പോയത്? അത് ലച്ചേച്ചും ചേച്ചിയും കൂടെ ചെറിയൊരു പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ആ സിദ്ധു അയച്ച കൊടുത്ത പൈസ കമ്പനി അടിച്ചു തീർക്കും അവള്. ഉറപ്പല്ലേ? ആ പറഞ്ഞു കേട്ടല്ലേ. ഓക്കെ. എന്നെ ശല്യം ചെയ്യല് ഉറങ്ങാൻ പോകണം. നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. കണ്ടുകൊണ്ടിരുന്ന പടം ബാക്കി കാണാൻ